ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ. നേഴ്സുമാർ നേരിടുന്ന സാമ്പത്തിക പ്രശ്നം പറയുന്നതിന് മുൻപായിട്ട് രോഗികളെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആശുപത്രിയിൽ രോഗികൾ വരുമ്പോൾ 50 ബെഡിന് പകരം ഒരു 60 രോഗി വരികയാണെങ്കിൽ ചിലപ്പോൾ ബെഡ്ഷീറ്റിന് ക്ഷാമം ഉണ്ടാകും. അതിനാൽ വരുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് കൂടി കരുതണം. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് കാർഡിലുള്ള എല്ലാ മരുന്നുകളും കൃത്യമായി മേടിക്കണം. ഏത് ദിവസമാണ് ഒ പി ഡിയിൽ വരേണ്ടതെന്നുള്ള കൃത്യമായി എഴുതി ചോദിച്ച് മനസ്സിലാക്കണം. ഒ പി ഡിയിൽ വരുമ്പോൾ വ്യത്യസ്ത യൂണിറ്റുകൾ വ്യത്യസ്ത ദിവസമായിരിക്കും. ആയതിനാൽ ആ യൂണിറ്റ് ഏത് ദിവസമോ മനസ്സിലാക്കി ആ ദിവസം തന്നെ ഒ പി ഡിയിലേക്ക് വരണം. രോഗിയെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോകുമ്പോൾ രോഗികൾക്ക് മരുന്ന് കൃത്യമായി കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യുവാനുള്ള ഭക്ഷണവും കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. വളരെ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മുടെ നേഴ്സുമാർ ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. 1000 പേർക്ക് യാത്ര ചെയ്യുവാൻ 2 ട്രെയിനുകൾ കിടപ്പുണ്ട്. പക്ഷേ ആ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എഞ്ചിനില്ല എന്ന അവസ്ഥ പോലെയാണ് നേഴ്സുമാരില്ലാത്ത അവസ്ഥ. ഡോക്ടർമാർ ഒത്തിരി പഠിച്ചിട്ടാണ് അവർ കൂടുതൽ ശമ്പളം മേടിക്കുന്നത്. അവരുടെ ശമ്പളത്തെ നമ്മൾ താരതമ്യം ചെയ്യേണ്ട. എങ്കിലും നേഴ്സുമാർക്ക് അടിസ്ഥാനപരമായി കിട്ടേണ്ട ശമ്പളം 40,000 അല്ല 45,000 എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത്രത്തോളം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഈ നേഴ്സുമാർക്ക് ചെറിയ ശമ്പളം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുന്നതെന്ന് അധികാരവർഗം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് നേഴ്സുമാരുടെ അവസ്ഥ അത്രത്തോളം ദയനീയമാണ്. അവരുടെ കഷ്ടപ്പാടുകളോ ഡോക്ടറെയും രോഗികളെയും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് നേഴ്സാണ്. രോഗിയെയും ബസ് സ്റ്റാൻഡിനെയും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് നേഴ്സാണ്. ആരോഗ്യ ശൃംഖലയിൽ നെടുന്തൂണായി കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് നേഴ്സാണ്. സ്വന്തം ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ കൊടുക്കുന്നത് നേഴ്സാണ്. പിന്നെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ആധിപത്യമുള്ളവരും മത ആധിപത്യമുള്ളവരും നേഴ്സുമാർക്ക് വേണ്ടി ഒന്ന് ചെറിയ കൈവിരൽ പോലും അനക്കാത്തത്? എത്രയോ വലിയ അധാർമികത, അനീതിയാണ് ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 40,000 രൂപ നേഴ്സുമാർ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നീതീകരണമില്ല. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിതരെ, എല്ലാവരും ജീവിക്കാനല്ലേ കടന്നു വരുന്നത്. സ്നേഹ ശുശ്രൂഷയോടൊപ്പം അനന്ത ജീവിതത്തിലെ ജീവിതമാർഗം കൂടെയാണ് നേഴ്സിംഗ്. അതിനാൽ എത്രയും പെട്ടെന്ന് അധികാരികൾ